129ാമത് മാരാമൺ കൺവെൻഷൻ മാരാമൺ പമ്പ മണൽപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ജനലക്ഷങ്ങളാണ് ഈ കൺവെൻഷൻ പന്തലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ. ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണ്. അതിലുപരി ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും ഈ കൺവെൻഷനോട് അനുബന്ധിച്ച് ഇവിടെ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ സാധനങ്ങൾ വാങ്ങുവാനും ചെടികൾ വാങ്ങുവാനും മറ്റുമായി വൻ തിരക്ക് ഇവിടെയും അനുഭവപ്പെടുന്നുണ്ട്. ഈ കാണുന്നത് കുട്ടികളുമായി വരുന്ന അമ്മമാർക്ക് യോഗം കേൾക്കുവാനുള്ള ഒരു പന്തൽ ക്രമീകരിച്ചിരിക്കുന്നതാണ്. യോഗത്തിന് ഡിസ്റ്റർബ് ഉണ്ടാകാതെ കുട്ടികളുമായി ഈ കൊച്ചു പന്തലിലാണ് ഇരിക്കേണ്ടത്. ഇതിന് കുട്ടിപ്പന്തൽ എന്നാണ് പേര്. പഠിച്ചവരും ഡോക്ടർമാരും എല്ലാം ജോലി ചെയ്യുന്ന കെയർ ഗീവറായിട്ടാണ്, അല്ലെങ്കിൽ മാക്ഡൊണാൾഡിൽ പാത്രം കഴുകിക്കൊണ്ടാണ്. ഒരു കുഴപ്പമില്ല. UK-യിലാണല്ലോ കാനഡയിലാണല്ലോ. നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്ന കുഷ്ഠം നമ്മുടെ രാജ്യത്തെ അല്ലാണ്ട് ആരെയാണ് ബാധിച്ചിരിക്കുന്നത്? ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കും? കാരണം എന്താണ്? ക്രിസ്തു ഒരു കാലഘട്ടത്തിലേക്കാണ് ജനിച്ചത്, ഒരു സംസ്കാരത്തിലേക്കും ഒരു മതത്തിലേക്കുമാണ് ജനിച്ചത്. മനുഷ്യാവതാരം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, മനുഷ്യാവതാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെയും എല്ലാ നന്മയെയും ഉൾക്കൊള്ളുന്ന, അതിനെ പൗത്രീകരിക്കുന്ന, വരപ്രസാദം നൽകുന്ന, കൃപയൊഴുകുന്ന മനുഷ്യാവതാരം. ഇനി തരിക, വെക്കുക. കുട്ടികളുടെ മേൽ ഇന്ന് നിയന്ത്രണം മാതാപിതാക്കൾക്കില്ല. കുട്ടികൾ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. ഇതാണ് നടക്കുന്നത്. മാതാപിതാക്കളങ്ങ് ചുങ്ങിപ്പോവുകയാണ്, കൂനിപ്പോവുകയാണ്. ഞങ്ങൾ വിചാരിക്കുന്ന എന്താണ്? അവർ പറയുകയാണ്, ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളെക്കാളല്ല ഇതറിയാം, അവൻ മിടുക്കനാണ്, അവൻ ഇത് പഠിച്ചിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും പൊക്കി പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് കൂടുതൽ പഠിക്കും. പക്ഷേ ചെറുപ്പക്കാർ അവർ സമയം കൊല്ലുന്നത് ഇങ്ങനെയാണ്. നിങ്ങളിതൊന്നും അറിയുന്നില്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷേ കുട്ടികളുടെ മേലൊരു നിയന്ത്രണം വേണം, ഒരു അധികാരം ഉപയോഗിക്കണം, ഒരു സ്ട്രക്ചേർഡ് ലൈഫ് പഠിപ്പിക്കണം. ഒരു ഡിസിപ്ലിൻ നിങ്ങളുടെ അവകാശമാണ്. ആത്മീയമായിട്ടുള്ള ശിക്ഷണം, അതാണ് കൃപയൊഴുകാനുള്ള ഒരു മാർഗം. സാക്രമെന്റ്സ് മാത്രം പോരാ, നിങ്ങളൊരു സാക്രമെൻ്റായി മാറണം. നിങ്ങൾ ഒരു വരപ്രസാദ ചാനലായി മാറണം. അതാണ് മാതാപിതാക്കളുടെ ഇന്നത്തെ വിളി. അത് മനസ്സിലാക്കുക. അല്ലാത്ത പക്ഷം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നു. ഒരു ജോലി ജർമ്മനിയിലോ UK-യിലോ കിട്ടി എന്നുള്ളതിലല്ല ആശ്വസിക്കേണ്ടത്. നിങ്ങൾ വളർത്തുന്ന കുട്ടികൾ മനുഷ്യത്വം വിടാതെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എത്തിക്കൽ ലൈഫ് നയിക്കുന്നു, മോറൽ ലൈഫ് നയിക്കുന്നു എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കില്ല. എല്ലാവർക്കും പേരിൽ എഴുതി വെച്ച സ്വത്തും കൊണ്ടവർ പമ്പ കടന്നു. പിന്നെ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടേ തട്ടുകയാണ്. തട്ടിയാലും അവിടെ പോയി അന്വേഷിക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. എന്നാൽ യൂറോപ്പിൽ പോലും എല്ലാ ആഴ്ചയിലും പോയി അവർ കാണുമ്പോൾ ഒരു മീലെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഞാനതാണ് കണ്ടത്. പക്ഷെ ഈ നാട്ടിൽ അതുമില്ല. കൊണ്ടേ തട്ടിയിട്ട് പോവുകയാണ്. എന്താണ്? പരസ്പരം ശുശ്രൂഷിക്കുന്ന, പങ്കുവയ്ക്കുന്ന ഒരു കുടുംബ ജീവിതമില്ല. കുടുംബം എന്ന് പറയുമ്പോൾ ഏത് കാറ്റും കോളും വന്നാലും മനുഷ്യന് വിശ്രമിക്കാവുന്ന സെക്യൂരിറ്റിയുള്ള ഒരു തുരുത്താണ് ഒരു കുടുംബം, ഒരു വീട്. ഈ കുടുംബം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു അടയാളമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തോടാണ് കുടുംബത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഗോഡ് ഈസ് റിലേഷൻഷിപ്പ്. ഒരു കുടുംബം എന്ന് പറയുന്നതിലെ ബന്ധം അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. മരണം കൊണ്ട് തീരുന്ന ഒരു ബന്ധമല്ല കുടുംബ ബന്ധം. അതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു ദൈവത്തിൻ്റെ അടുക്കലേക്ക്. അവിടെ നമ്മുടെ പ്രതിസമ്മാനം കിട്ടുന്നത്, നീ ഈ എളിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന ഭർത്താവിന് വേണ്ടിയോ, ഭാര്യയ്ക്ക് വേണ്ടിയോ, അമ്മായിമ്മയ്ക്ക് വേണ്ടിയോ, മാതാപിതാക്കൾക്ക് വേണ്ടിയോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഞാൻ എന്തെല്ലാം എന്നെ തന്നെ നൽകിയോ. അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥയില്ലാതെ സ്നേഹത്തോടുകൂടി ഞാൻ ജലദോഷം വന്നപ്പോൾ നോക്കിയതും, വാർദ്ധക്യത്തിൽ മൂത്രവും മുള്ളിയും എല്ലാം കിടക്കുന്നവരെ കഴുകി വൃത്തിയാക്കിയപ്പോഴും, ഉറങ്ങാൻ പറ്റാത്ത
ഓട്ടിസമുള്ള ഒരു കുട്ടിയെ ശുശ്രൂഷിച്ചപ്പോഴും എല്ലാം എനിക്ക് വേണ്ടി നീ ചെയ്തു എന്നുള്ള ദൈവാരാധനയാണത്. ദൈവത്തെ കണ്ടുമുട്ടുന്ന ആഴത്തിൽ അനുഭവപ്പെടിക്കേണ്ടത്. ദാനധർമ്മത്തിലും ശുശ്രൂഷയിലും പുറകോട്ട് പോകരുത്. കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവരെ ഇൻക്ലൂഡ് ചെയ്യണം. അയൽവാസികളെ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അയൽവാസിയെ ഇൻക്ലൂഡ് ചെയ്യണം. ശത്രുക്കളെ ഉണ്ടാക്കരുത്. ശത്രു നമ്മുടെ തലയിൽ ഇരിക്കുന്നതാണ്. ആരും നമ്മുടെ ശത്രുവല്ല, തോക്കും കൊണ്ട് നടപ്പില്ല. നമ്മുടെ വെറുപ്പാണ് നമ്മൾ കാണുന്നത്, നമ്മളിൽ ഭയം ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ അപകർഷതയാണ് മറ്റൊരാളെ അഹംഭാവിയായിട്ട് കാണുന്നത്. അതെടുത്തു കളയാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എളിമയോടുകൂടി തമ്പുരാന്റെ തിരുവിഷ്ടം നിറവേറ്റിക്കൊണ്ട് നസ്രത്തിലെ കുടുംബം പോലെ അധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പരം കൊടുക്കലിൻ്റെയും കുർബാനയായി മാറുവാൻ, നമ്മളെ തന്നെ ഒരു ബലിയായി കൊടുക്കുവാൻ ഈ കുഷ്ഠരോഗിയെ തമ്പുരാൻ സുഖപ്പെടുത്തിയതുപോലെ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിൻ്റെ തൊടൽ നമ്മുടെ സ്വാന്തന സ്പർശനത്തിലൂടെ അനേകർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആദ്യമേ കുടുംബത്തിൽ, പിന്നെ അയൽപക്കത്ത്, സ്വന്തം സഭയിൽ, സ്വന്തം ഇടവകയിൽ, പിന്നെ കണ്ടുമുട്ടുന്നവരിലെല്ലാം ഈ കുഷ്ഠം മാറ്റിപ്പോകുവാൻ നമ്മളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ, സെവിയാസംഘത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശാഖ, സെൻറ്റർ, ഭദ്രാസന കേന്ദ്ര ഭാരവാഹികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്കിന്ന് നല്ല വചനം നൽകി തന്ന സിസ്റ്ററിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേകരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കവണ്ണം നിൻ്റെ മകളെ അവിടെ നിന്ന് എടുത്തുപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളോടൊന്ന് സംസാരിച്ചതുപോലെ കർത്താവെ, സ്വാർത്ഥത ഇല്ലാത്തവരായി, അഡിക്ഷൻസ് ഇല്ലാത്തവരായി, ആർഭാടം ഇല്ലാത്തവരായി, വചനാധിഷ്ഠിതമായ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞത്തെ സെഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സേവിയ സംഘവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗാണ് ഇവിടെ നടന്നത്. ഫലം കായ്ക്കുന്ന ദൈവത്തിലൂന്നിയ വൃക്ഷങ്ങളായി വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിനെ സ്വന്തം ദൈവവും കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആളത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാനും വളർത്തുവാനും പാത കാട്ടണമേ എന്ന ഗീതം ആത്മമായ യുവജന സഖ്യത്തിന്റെ ഔദ്യോഗിക ഗായക സംഘം സ്വരലയം നമുക്ക് വേണ്ടി ആലപിക്കും. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ചാപ്പൽ ഈ മണപ്പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കാം.
ഒരു ലഹരി വിരുദ്ധ വിമോചന സമിതി എക്സിബിഷൻ ഇവിടെ ഉണ്ട്. മാർത്തോമാ സഭയുടെ മിഷണറി എക്സിബിഷൻ. ഈ എക്സിബിഷനിലെ മാർത്തോമാ സഭയുടെ കാലം ചെയ്ത തിരുമേനിമാർ, ഇപ്പോഴുള്ള തിരുമേനിമാർ, സഭയുടെ ആരംഭകാലത്തെ പ്രവർത്തകർ എന്നിവരുടെ എല്ലാം ഫോട്ടോയും സഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളെ കാണിക്കുന്ന ഫോട്ടോകളുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ എക്സിബിഷൻ സെൻറ്ററിൽ.
മാർത്തോമാ സഭയുടെ എല്ലാ ഡയോസിസിൻ്റെ സ്റ്റാളുകളുണ്ട്. ഇവർ പ്രധാനമായും രോഗികൾക്ക് വേണ്ടിയുള്ള കളക്ഷന്, മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കളക്ഷന് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള കൗണ്ടറുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ കുട്ടിപ്പന്തലിൽ തന്നെ 4 മണിക്ക് ശേഷം മാർത്തോമാ സഭയിലെ അച്ഛന്മാരുടെ കൊച്ചന്മാരുടെ ഒരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ അവതരിപ്പിച്ച 3-4 കാര്യമുണ്ട്. ഒരു വിഷയത്തിന് മേലുള്ള ABC ഇങ്ങനെയുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം നമ്മൾ മര്യാദ ഇത്രയും മര്യാദ പറയാൻ എനിക്കിടയായതിൽ ദൈവത്തെ സ്തുതിച്ചു കേട്ടിരുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. Thank you, Triveni, for inspiring thoughts. May I kindly call upon Mrs. Soumya and Matthew of Kottayam. സഭയുടെ കീഴിലുള്ള എല്ലാ ഡയോസിസിൻ്റെയും കൗണ്ടറുകളാണ്. ആ കൗണ്ടറുകളിൽ വാളണ്ടിയേഴ്സ് ഉണ്ട്. സഭയുടെ ഒരു ബുക്ക് ഡിപ്പോ ഇവിടെയുണ്ട്. അതുപോലെ CD, പെൻ ഡ്രൈവ് ഒക്കെ കിട്ടുന്ന കൗണ്ടറുണ്ട്. യുവജന സഖ്യം ഒരുക്കിയിരിക്കുന്ന ഭക്ഷണശാല, കർമ്മഗിരി മന്ദിരം ഭക്ഷണശാല, മാർത്തോമാ സുവിശേഷ സേവിയാ സംഘം ഭക്ഷണശാല, അങ്ങനെ മിതമായ നിരക്കിൽ ഭക്ഷണങ്ങളും ആ മണൽപ്പുറത്ത് തന്നെ ലഭിക്കുന്ന സ്റ്റാളുകളുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വിദേശത്തും സ്വദേശത്തുമുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.